ഹലോ. അപ്പോൾ ഇന്ന് തുമ്പിക്ക് പരീക്ഷ തുടങ്ങുന്ന ദിവസമായിരുന്നേ. അപ്പോൾ ഇന്ന് തൊട്ട് ഇനിയിപ്പോൾ നേരത്തെ വരും. അപ്പം നേരത്തെ വന്നിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് വരവാണ് ഈ കാണുന്നത്. അപ്പോൾ തുമ്പിയും ദേവും ഉണ്ട്. ദേവൂട്ടി എൻ്റെ കയ്യിൽ നിന്ന് വെച്ചത് പെട്ടെന്ന് തന്നെ ചേച്ചി കിടക്കണം കണ്ടപ്പോൾ ചാടി ഇറങ്ങിയതാണ്. അപ്പോൾ ചേച്ചി നിന്നിട്ട് എന്നോട് പറയുന്നത് ചായ കുടിക്കാൻ എന്താണ് കടിയെന്ന്. അപ്പോൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ 2 മണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് വൈകിട്ടേ ചായ കുടിക്കുള്ളൂ ആവണ്ടേ. അപ്പോൾ നോക്കാമെന്നേ. അപ്പോൾ അതേ ഈ പൂ നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നിറയെ കാട് പോലെ പടർന്ന് കയറിയൊക്കെയാണ്. നല്ല രസം പൂ കാണാൻ. ആ പോണ വഴിയൊക്കെ ഈ പൂ പറിച്ചുകൊണ്ടാണ് ഞങ്ങളെ നടപ്പ്. പോകുമ്പോഴും വരുമ്പോഴൊക്കെ കയ്യിലുണ്ടാവും ഈ പൂ. അപ്പോൾ 2 പേർക്കും നിൽക്കാൻ നേരമില്ല. ഓട്ടോ പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും മറ്റേ സിനിമയിൽ പറയണ കണക്ക്. അപ്പോൾ ഇവിടെ തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു പരിസരമാണ് ഞങ്ങളുടേത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് പോണ വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഊട് വഴി പോലത്തെ വഴിയാണ്. വണ്ടിയൊന്നും കയറില്ല കേട്ടോ. അപ്പോൾ തുമ്പിയാണ് ഫസ്റ്റ് കിടക്കണത്. ദേവ് പുറകെ പോണേ ഉള്ളൂ. കാലിൽ ചെരുപ്പില്ല പുള്ളിക്കാരിയുടെ, എന്നാലും നടക്കാനുള്ള ആഗ്രഹമാണേ. അങ്ങനെ നടക്കുക. 2 പേരും കൂടെ കൂട്ടത്തിൽ കിടന്നാൽ ഒന്നില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീഴേണ്ടി വരും. അതുകൊണ്ട് 2 പേരും ഞാൻ അകത്തിയാണ് നടത്തുന്നത്. പിന്നെ വൈകിട്ട് അവൾ ചോദിച്ചായിരുന്നു എന്താ കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു പായസം ഉണ്ടാക്കി കുടിക്കുമെന്ന്. അവൾക്ക് പായസം ഒത്തിരി ഇഷ്ടമാണ്. സേമിയ പായസം തന്നെ വേണം. സേമിയ, പാലട അങ്ങനെയൊക്കെ കുടിക്കുകയുള്ളൂ. അല്ലാതെ ശർക്കര പായസം തൊടേയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സേമിയ ഇരിപ്പുണ്ടായി. അപ്പോൾ ഞാൻ എടുത്ത് പാലും ഇരിപ്പുണ്ട്. അപ്പോൾ ഇച്ചിരി സേമിയ പായസം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് പായസം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. 2 പേരും കുടിച്ചു. കൊള്ളായിരുന്നു കേട്ടോ. സേമിയ പായസം ഞാൻ ഉണ്ടാക്കിയിരുന്നുകൊണ്ട് പറയാൻ നല്ലതായിരുന്നു.